അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു ട്യൂഷൻ ക്ലാസ്സാണ്. അതായത് അതായത് നമ്മളുടെ ഇവിടെ അറിയാമല്ലോ, ഓൾറെഡി നമ്മളുടെ ഇവിടെ ഒരു സ്കൂളുണ്ട്, സാക്കുറ സ്കൂൾ. അതായത് അതൊരു പ്രൈവറ്റ് ഇൻ്റർനാഷണൽ സ്കൂളാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളാണത്. ഓക്കെ, അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്, നല്ല പഠിപ്പുമാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ട്യൂഷൻ നമുക്ക് പിള്ളേർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കുട്ടികളെ നല്ലതായിട്ട് പഠിപ്പിച്ചെടുക്കും. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ബെസ്റ്റ് ട്യൂഷൻ വേണം നമുക്ക് ഇടാൻ. അപ്പോൾ ഗൈസ്, അതായത് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു നല്ലൊരു ട്യൂഷൻ ക്ലാസ്സിൻ്റെ ബിൽഡിങ് നമ്മൾ ആദ്യം തിറക്കണം. ഓക്കെ, അപ്പോൾ ബിൽഡിങ് തിറക്കണം നമ്മൾ ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ തിറക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഞാനും സാക്കുറ ആയിരിക്കും ടീച്ചർ. അതായത് ഞാനും സാക്കുറ ആയിരിക്കും ടീച്ചർ. ഈ 3 സ്റ്റുഡൻസാണ് കേട്ടോ. അപ്പോൾ നമ്മളും സ്റ്റുഡൻസ് ആണ്. ഓക്കെ, പക്ഷേ നമുക്കും എനിക്കും പഠിക്കണം, സാക്കുറയ്ക്കും പഠിക്കണം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, പറഞ്ഞാൽ ഞാനും സാക്കുറയാണ് ക്ലാസ് ടോപ്പർ. അപ്പോൾ ചിൽഡ്രൻസ് തന്നെ അവരുടെ ചിൽഡ്രൻസിൻ്റെ ട്യൂഷൻ ക്ലാസ് തുടങ്ങിയാൽ നല്ലൊരു ഇത് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യണം. അപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ മോഡ് വഴി നമുക്ക് ഒരു വണ്ടി ഇവിടെ ഫോൺ ചെയ്യാം. ഈ വണ്ടി ഫോൺ ചെയ്യാനായിട്ട് ഓക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത്. ഇതൊരു ഇലക്ട്രിക് EV വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ടയറൊന്നും മൂവ് ആവത്തില്ല, ഇങ്ങനെ സ്റ്റേബിൾ പൊസിഷനിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി തിരക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. സ്പെഷ്യലി ഇതൊരു ഓഫീസായിരുന്നു, ഇപ്പോൾ ഇത് ഓഫീസാണിത്. ഓക്കെ, സാക്കുറ ഓഫീസ്, ചെറിയൊരു ഓഫീസ് പോലെയൊക്കെ നമുക്കിത് ഇതാണ്. ഇവിടെ അത്യാവശ്യം വലിയ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പ് പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്. ഇവിടെ ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് പേരൻസ് വന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്. ഞാൻ ഈ ബിൽഡിങ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ ഇതാണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്. ഇവിടെയും പിള്ളേർക്ക് ഇരുന്ന് പഠിക്കാം. അത്യാവശ്യം വലിയ ക്ലാസ്സാണ്. 2 സെക്ഷനായിട്ടാണ് ക്ലാസ് തരുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 സീറ്റ് ഒരു സൈഡിൽ, അല്ലാണ്ട് 1 2 3 4 5 6 9 6. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 സീറ്റ് വരും കേട്ടോ. പിന്നെ ഇവിടെ കൂട്ടുന്നെങ്കിൽ 15 16 17 18 19 20 സീറ്റുണ്ട്. അതായത് 20 പിള്ളേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലുണ്ട് കേസ്. വലിയൊരു ബോർഡാണ് കേസ്. ഇവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഈ ഒരു 20 സീറ്റ് അല്ല, ഈ ഇത്ര ഫെസിലിറ്റിയും അത്യാവശ്യം വലിയ ബിൽഡിങ്ങോടെ 7 ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേസ്. അത്യാവശ്യം എന്നാൽ സീറ്റിംഗ് കപ്പാസിറ്റി നല്ല ആംബിയൻസോടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് കുട്ടികളെ നമ്മളിത് പഠിപ്പിച്ചെടുക്കും. അപ്പോൾ സമ്മൊക്കെ നമ്മളിവിടെ പഠിപ്പിച്ചെടുക്കും. അപ്പോൾ ഇനി നമ്മൾ പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ട് വരാം ഗൈസ്. അപ്പോൾ പിള്ളേരൊക്കെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. ആദ്യം ഇവരെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് ഇവരൊക്കെ സ്റ്റുഡൻസാണ് കേട്ടോ. സാക്കുറ മാത്രമേ ഉള്ളൂ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഞാനും ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവരെയൊക്കെ ഇവിടെ
സ്റ്റുഡൻസാണ്. അപ്പോൾ ഇവരൊക്കെ പഠിക്കണം. അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് പഠിക്കട്ടെ. അപ്പോൾ ഇതിൽ ഇവരെന്നെയൊക്കെ നമുക്ക് അയ്യോ എല്ലാവരും ഇരിക്കുമോ ആദ്യം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ബെഞ്ച് ഇരിക്കും. അപ്പോഴത്തേന് ഇവരെല്ലാം എന്തോ സീറ്റൊക്കെ ഇവർ അറേഞ്ച് ചെയ്യും. ഓക്കെ, എല്ലാവരും ഇരുന്നു. ഇനി നമുക്കിവിടെ ഇവരെല്ലാം വെയിറ്റ് ചെയ്യാൻ പറയാം. ഇത് ഓക്കെ, ഇത് നമ്മുടെ സാക്കുറയാണ്. ബാക്കി വെയിറ്റ്. ഓക്കെ, ഡൺ. 3 പേരേ ഉള്ളു. അവിടെ നിന്ന് പഠിക്കട്ടെ. അപ്പോൾ സാക്കുറ വേണമെങ്കിൽ ഇവിടെ ഇരുന്നു, കാരണം മിക്സ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു സെറ്റപ്പ് വീഡിയോ ആണ്. അടുത്ത വീഡിയോക്കായിട്ടാണ് നമ്മൾ പിള്ളേരുടെ എല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്, ഇരുത്തി പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ക്ലാസ്സസിൽ കയറി ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് അഡ്വർടൈസ്മെൻ്റ് ഒന്ന് ചെയ്തിട്ട് വരട്ടെ ഗേസ് കേട്ടോ. എന്നാലേ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ ഗേസ് കേട്ടോ. ആദ്യം ഇവിടെ തന്നെ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, 1ാം ക്ലാസ് ഇവിടെ. ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഞാൻ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആണ്. അപ്പോൾ അതായത് നമ്മളുടെ ഈ ട്രാഫിക് സിഗ്നലിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ അതാണ് എൻ്റെ ഒരു ട്യൂഷൻ ക്ലാസ്. അവിടെ മുമ്പേ ഒരു ഓഫീസായിരുന്നു. ആ ബിൽഡിങ് ആണ് ഇപ്പോൾ നമ്മൾ ട്യൂഷൻ ക്ലാസ്. അത്യാവശ്യം നല്ല ക്ലാസ്സസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് നമ്മൾ ഫീസ് വരുന്നത്. ആദ്യം വരുന്നത് നിങ്ങളൊരു 500 രൂപ കയ്യിൽ കരുതുകൊണ്ട് ഫസ്റ്റ് ഫീസ് 500 രൂപ ആയിരിക്കും. പിന്നെ ബാക്കി ഫീസുകൾ എല്ലാം നിങ്ങൾ 1000 രൂപ വെച്ച് വേണം നിങ്ങൾ കൊടുക്കാൻ. അതായത് ഫസ്റ്റ് ക്ലാസ്സിന് നിങ്ങൾക്ക് 500 രൂപ, അല്ലാണ്ട് നിങ്ങളുടെ പെർമനൻറ്റ് ക്ലാസ്സിന് നിങ്ങൾ 1000 രൂപ വേണം തരാൻ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ 500 രൂപ ഫീസും പിടിച്ചുകൊണ്ട് അടുത്ത ദിവസം വരിക. ആ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നമുക്ക് വൈകിട്ടാണ് ട്യൂഷൻ പറഞ്ഞത്. സ്കൂളുള്ളതുകൊണ്ട് വൈകിട്ടാണ് ട്യൂഷൻ പറഞ്ഞത്. വൈകിട്ട് 6 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 6 മണി തൊട്ട് 8 മണി വരെയാണ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് 500 രൂപ കൊണ്ടുവന്നുകൊണ്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ, പേരൻസിന് വേണമെങ്കിൽ വരാം, പേരൻസിനെ കൂട്ടി വേണം വരാൻ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് ബോർഡിൽ എഴുതി വെച്ചേക്കാം. താല്പര്യമുള്ളവർ നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാവരും നോട്ട് ചെയ്തോ. പേരൻസിനോട് ഈ ഒരു നമ്പർ കൊണ്ട് കാണിച്ച് അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചല്ലോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ നമ്പറെല്ലാം പേരൻസിൻ്റെ കൈ കൊണ്ട് കൊടുക്കുക. അവരെ ഒന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയല്ലോ. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ പേരൻസ് അതായത് നമ്പർ കൊടുത്തത് പേരൻസ് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറയണം. ഓക്കെ, ഞാൻ അവർക്ക് പേഴ്സണലായിട്ടൊന്ന് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താലോ. ഓക്കെ ചിൽഡ്രൻസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 500 രൂപ ആയിരിക്കും. 500 രൂപ കയ്യിൽ കരുതുകൊണ്ട് വേണം ഫസ്റ്റ് ക്ലാസ്സിൽ വരാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 500 രൂപ നമ്മൾ എടുക്കത്തുള്ളൂ. പിന്നെ അടുത്ത 2ാമത്തെ ദിവസം വരുമ്പോൾ 1000 രൂപ കൊണ്ട് തരണം കേട്ടോ. അതായത് ഫുൾ മന്തിൻ്റെ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക്കിൻ്റെ നമ്മുടെ ഈ ഒരു EV കാറിൻ്റെ ഒരു ചാർജർ ഘടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചാർജ് തീരണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം വണ്ടി കേട്ടോ. ഓക്കെ, പിന്നെ ഇതും ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് എന്തിനാണെന്ന് അറിയത്തില്ല, ഇത് റെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇത് മാത്രമാണ് എടുത്തേക്കുന്നത് കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്തല്ലോ ഹോംവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ. ഓക്കെ, നോക്കട്ടെ.
ഓക്കെ കറക്റ്റ്. ഓക്കെ കറക്റ്റ്. ഓക്കെ അപ്പോൾ ഇവർ 3 പേരും പഠിപ്പിന് നല്ലതാണ്. ഇനി ഇവരുടെ അല്ല പേടി, എന്തോ ഇനി വരുന്ന പിള്ളേരുടെയാണ് പ്രശ്നം. അവർക്ക് എന്തൊക്കെ അറിയാം, അവർക്ക് അത്യാവശ്യം നോളജ് ഉണ്ടോ ഇല്ലയോ, അതാണ് എനിക്ക് പേടി ഗേസ് കേട്ടോ. ഓക്കെ അത്യാവശ്യം നോളജുള്ള പിള്ളേരായിരിക്കും ഗേസ് കേട്ടോ. ഓക്കെ മേ ബി. ഓക്കെ അപ്പോൾ ഗേസ് ഓക്കെ ഞാനും സാക്കുറയാണ് ടീച്ചർ. അത് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടില്ല. ഞാൻ പേരൻസ് എന്താണ് കോൺടാക്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞേക്കാം. ഓക്കെ ഞാൻ ബോർഡ് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെയും ബോർഡുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഇരുന്നെങ്കിൽ ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് എഴുതാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വിൻഡോയുടെ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഫാൻ ഇല്ല കേസ്. ഓക്കെ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേസ്. ഓക്കെ ഇതൊരു എ സി ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ സെൻട്രലൈസ് എ സി ഉണ്ട് കേസ് കേട്ടോ. അതുകൊണ്ട് ഈ ഗ്ലാസ് ഒന്നും തുറക്കത്തില്ല കേസ്. ഓക്കെ എ സി ആയതുകൊണ്ട്. ഓക്കെ അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് കേസ്. ഓക്കെ ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. സെൻസർ ഒട്ടിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് കേസ് കേട്ടോ. ഓക്കെ ഇവിടെ ഒരു ബാൽക്കണി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. മണ്ടയ്ക്ക് ഇങ്ങനെയാണ് ഒരു സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോളാർ പാനലിലാണ് നമ്മുടെ ഈ ഒരു ബിൽഡിങ് വർക്ക് ആവുന്നത് കേട്ടോ. അത് എ സി ലൈറ്റ് അതെല്ലാം ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ആണ് ഇത്. ഓക്കെ ഇത് വീടാണ് കേസ്. വീട്ടിൻ്റെ മണ്ടയ്ക്കും സോളാർ പാനലാണ് കൊടുത്തേക്കുന്നത് കേസ് കേട്ടോ. അയ്യോ സോറി കേസ്, ഇത് എൻ്റെ വീടാണ് കേസ് കണ്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ആ ഒരു ബിൽഡിങ് വരുന്നത് കേസ് കേട്ടോ. സോറി ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീടിൽ കണ്ടു വലിയ സോളാർ പാനലാണ് കേസ് കേട്ടോ. ഓക്കെ എല്ലാം ഉണ്ടല്ലോ വലിയ സോളാർ പാനൽ. എനിക്കിപ്പോൾ ഇപ്പോൾ ഞാൻ വന്നില്ലെങ്കിലും സാക്കുറ വന്ന് പഠിപ്പിക്കും. അപ്പോൾ എനിക്കിവിടെ വേണമെങ്കിൽ ഇതാ കണ്ടു എൻ്റെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ബിൽഡിങ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് പോയിട്ട് എനിക്ക് നേരെ ബിൽഡിങ്ങിലേക്ക് കയറാം. വേണമെങ്കിൽ എനിക്കിവിടെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് കണ്ടോ സാക്കുറയൊക്കെ ഇവിടെ കാണാൻ പറ്റും കേസ് കേട്ടോ. ഓക്കെ അത് കണ്ടോ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് ആ ഒരു ബിൽഡിങ്. എനിക്ക് വേണമെങ്കിൽ കണ്ടോ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും കേസ് കേട്ടോ. ഓക്കെ എന്താല്ലേ. ഓക്കെ ഓക്കെ ഹലോ. ഓക്കെ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഫൺ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ കഴിച്ചാൽ തീരത്തില്ല, ഫുള്ളും വണ്ടി തീരത്തില്ല, തിന്നി തീർക്കാൻ ചങ്ങി ഉണ്ടേ കൂടെയുണ്ടേ. ഞാനെടുക്കും ജസ്റ്റ് പീസ്, അവനെടുക്കും ലെഗ് പീസ്, ഞങ്ങൾ 2 മുക്ക് തിന്നും മൈനൂസ് 2 പീസ്. ഞാൻ കഴിച്ചാൽ തീരത്തില്ല, അല്പം വണ്ടി തീരത്തില്ല, തിന്നി തീർക്കാൻ ചങ്കി തെറ്റി കൂടെയുണ്ടേ. എങ്ങനെയുണ്ട്? ഓക്കെ ഈ പാട്ട് 5 ടൈംസ് ബുക്കിലോട്ട് എഴുതിക്കൊണ്ട് വരണം. 3 പേരോടാണ് പറയുന്നത്. എന്നിട്ട് അതെനിക്ക് അടുത്ത ദിവസം വരുമ്പോൾ പാടി കേൾപ്പിക്കണം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ. ഓക്കെ അപ്പോൾ ഗൈസ് ഓക്കെ അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് സുജയ് സൈനിങ് അപ്പ്.